ഗൈസ് സത്യം പറഞ്ഞ ജീവനും പേടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത്. പലതരം വേസ്റ്റ് തൊട്ട് വലിയ ഗ്ലാസിന്റെ കഷ്ണം വരെ മുകളിലത്തെ റിസോർട്ടുകളിൽ നിന്നും താഴേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ഒരു തെങ്ങിന്റെ മൂട് വരെ ജസ്റ്റ് മിസ് എന്നുള്ള രീതിയിൽ നമ്മുടെ പുറത്ത് തട്ടാതെ കടലിലേക്ക് ഉരുണ്ടുപോയി വീണ് കേട്ടോ. മനോഹരമായ ഈ ഫിഷിംഗ് സ്പോട്ട് ഒരു ചവർ കൂമ്പാരം ആക്കിയതിനു പിന്നിൽ ഇവരുടെ ഈ കറുത്ത കരങ്ങളാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഈ ഫിഷിംഗ് സ്പോട്ടിൽ ചെറിയ ചൂണ്ടകൾ മാല പോലെ കെട്ടിയിട്ടുള്ള ഒരു ഫിഷിംഗ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇതിന് വെയിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കല്ലും വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചെമ്മീനുമാണ്. സത്യത്തിൽ വളയോട് എന്ന് പേരുള്ള ഒരു മീനിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചൂണ്ട കെട്ടി എടുത്തിരിക്കുന്നത്. എന്തായാലും കാസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ മീനിന്റെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ചൂണ്ട ചെറുതാണെന്ന് കരുതി മീനും ചെറുതാവുമെന്ന് കരുതണ്ട കേട്ടോ. അത്യാവശ്യം സൈസുള്ള വളയോടുകളെയാണ് നമ്മൾ ഈ ഏരിയയിൽ നിന്നും പിടിച്ചോണ്ടിരിക്കുന്നത്. ആവോലി മീനിന്റെ ഗണത്തിൽ വരുന്ന ഈ മീനുകൾ നല്ല സൈസ് വെക്കുന്നവരാണ്. പിന്നെ ചെറിയ ചൂണ്ട ഉപയോഗിച്ചത് എന്തെന്നാൽ ഇവരുടെ വായുടെ ഷേപ്പ് വെച്ച് ചെറിയ ചൂണ്ടകളിലാണ് ഇവരെ പിടിക്കാനായി കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നത്. എന്തായാലും ചൂണ്ടയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ തരുന്ന ഫൈറ്റ് അത് വേറെ ലെവൽ തന്നെയാണ്. ഇവന്മാരെ ടാർഗറ്റ് ചെയ്ത് ചെറിയ ചൂണ്ടകൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഏരിയയിൽ നിന്നും ഇടയ്ക്കിടയ്ക്കായി നച്ചറ മീനുകളെയും അടിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന കൊരുപ്പ് അടിച്ചോണ്ട് പോകുന്നതിന്റെ മെയിൻ പങ്ക് ഈ കള്ളന്മാർക്കുള്ളതാണ് കേട്ടോ. നച്ചറയെ എടുത്ത് കീശയിലിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടപ്പോൾ നമുക്ക് വളയോടിന്റെ അടുത്ത സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സൈസ് കുറഞ്ഞ വളയോടാണെങ്കിലും ബലത്തോട് കൂടിയുള്ള ഇവന്മാരുടെ കുത്തിയുള്ള ഫൈറ്റ് കാരണം ചിലപ്പോൾ ടങ്കീസ് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ഫൈറ്റ് അനുസരിച്ച് മാക്സിമം ഡ്രാഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവന്മാരെ പിടിച്ച് കരക്കി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളയോട് പിടുത്തം എന്നത് അതൊരു വേറെ ലെവൽ ഹരം തന്നെയാണ് കേട്ടോ.